പ്രിയപ്പെട്ടവരെ, UAE-യിൽ നാളിതുവരെ കഴിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ കഴിയുന്നതുമായ മലയാളികളുടെ ജീവിതത്തിൽ, അവരുടെ പരിചയത്തിൽ, അനുഭവത്തിൽ താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമുള്ള വേദനയും ദുഃഖവും ഘനീഭവിച്ച ഒരു വൈകുന്നേരമാണ് ഇന്ന് ഈ ചൊവ്വാഴ്ച വൈകുന്നേരമെന്ന് പറയാതെ വയ്യ. 4 ആൺകുട്ടികൾ, ഒരു വീട്ടിലെ 4 മക്കൾ, ഓരോരുത്തരെയായി തൊട്ടടുത്തടുത്തായി ദുബായിലെ മുഹൈസിന ഭാഗത്തുള്ള കിസൈസ് ഖബർസ്ഥാനിൽ ഖബറടക്കുന്ന ആ രംഗത്തിന് സാക്ഷികളായവർക്ക് പരസ്പരം വിതുമ്പാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ എന്ന കാര്യം. പിതാവ് വീൽ ചെയറിൽ, അബ്ദുൽ ലത്തീഫ് ഇതിനൊക്കെ സാക്ഷിയായി ഒപ്പമുണ്ടായിരുന്നു എന്ന കാര്യം കൂടി അറിയണം. മാതാവ് റുക്സാന ആശുപത്രിയിൽ സർജറിയൊക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നെങ്കിലും ഇന്നാണ് മാതാവിനെ മക്കൾ വേർപിരിഞ്ഞു പോയി എന്നുള്ള കാര്യം ബാക്കി ബന്ധുക്കളും കൗൺസിലർമാരും എല്ലാവരും ചേർന്ന് അറിയിച്ചത്. ഞായറാഴ്ച രാത്രി തന്നെ പിതാവിനെ ബന്ധുക്കളൊക്കെ ചേർന്ന് കാര്യം ഗ്രഹിപ്പിച്ചിരുന്നു. അദ്ദേഹം ആ ഒരു പരിക്കിൽ നിന്ന് മോചിതനായിട്ടില്ല. എങ്കിലും ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദുബായിൽ സ്പെഷ്യൽ പെർമിഷനോടുകൂടി അടക്കം ചെയ്യാനുള്ള അവസരം കിട്ടിയപ്പോൾ അതിന് സാക്ഷിയാകാൻ വേണ്ടി പിതാവും വന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞിരുന്നു, ഈ 4 മക്കൾ 14, 12, 7, 5 വയസ്സുള്ള 4 മക്കൾ, ഒപ്പം വീട്ടിൽ സഹായിക്കാൻ വേണ്ടി നിന്നിരുന്ന മലപ്പുറം സ്വദേശിനിയായ ബുഷ്ര എന്ന വനിത. അവരുടെ മൃതദേഹം കഴിഞ്ഞ രാത്രി നാട്ടിലേക്ക് കൊണ്ടുപോയി ഇന്ന് ഖബറടക്കം നടത്തി എന്നുള്ള റിപ്പോർട്ടും കിട്ടുകയാണ്. അബുദാബിയിൽ ലിവ ഫെസ്റ്റിവൽ കാണാൻ പോയിട്ട് ഞായറാഴ്ച വെളുപ്പിന് തിരികെ ദുബായിലേക്ക് വരുമ്പോൾ, ഇവർ റാസൽ ഹൈമ വിസക്കാരാണ് ഈ കുടുംബം. തിരികെ ദുബായിലാണ് താമസിക്കുന്നത്. ദുബായിലേക്ക് വരുമ്പോൾ 4 മണി സമയത്താണ് ഷഹാമയിൽ വെച്ച് അപകടമുണ്ടായിരിക്കുന്നത്. എന്താണ് അപകടത്തിൻ്റെ കൃത്യമായ കാരണം? സ്വാഭാവികമായിട്ടും ഉറങ്ങിപ്പോയതാണ് എന്ന് ആളുകൾ കരുതുന്നുണ്ടാവും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥ കാരണം അബുദാബി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇനി വ്യക്തമാക്കേണ്ടതുണ്ട്, അത് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇത്തരം സംഭവങ്ങൾ അത് അബ്ദുൽ ലത്തീഫ് റുക്സാന ദമ്പതികളുടെ വിഷയത്തിൽ മാത്രമല്ല, ഒരു കുടുംബത്തിലും ഒരിടത്തും ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. അന്ന് തന്നെ തിരികെ വീട്ടിലെത്തിയിട്ട് തിങ്കളാഴ്ച സ്കൂൾ തുറക്കുകയാണല്ലോ. കുട്ടികളെ നല്ല രീതിയിൽ സ്കൂളിലേക്ക് വേണ്ടി, ആ വിൻ്റർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് യാത്രയാക്കാൻ വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കണമല്ലോ എന്ന് കരുതി ഞായറാഴ്ച രാവിലെ തന്നെ ദുബായിലെത്താം, വീട്ടിലെത്താം എന്ന് കരുതിയാണ് അവർ തിരികെ പുറപ്പെട്ടത്. ബാക്കി കൂടെ പോയ പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരൊക്കെ അബുദാബിയിൽ തന്നെ തങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഈ വെളുപ്പാങ്കാലം പുറപ്പെടേണ്ടതില്ല എന്ന് തീരുമാനിച്ചെങ്കിലും മക്കളുടെ കാര്യം 4 പേരെ ഇങ്ങനെ കൊണ്ടുപോകണം, സ്കൂളിലേക്ക് കൊണ്ടുപോകണം, അതിനുവേണ്ടി ഒരുക്കങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ പെട്ടെന്ന് നിർണായകമായ ഒരു തീരുമാനമെടുത്ത് വരുന്ന വഴിക്കാണ് ഇങ്ങനെ അപകടം പറ്റിയത്. ഇന്നവിടെ ഒരു ബന്ധുക്കളോ സുഹൃത്തുക്കളോ കേട്ടറിഞ്ഞവരോ മാത്രമല്ല, ആയിരങ്ങളാണ് തടിച്ചു കൂടിയത് ഈ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി. എല്ലാവരും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ, ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടാവാതിരിക്കാൻ ഉള്ള പ്രാർത്ഥനകളിലാണ് എല്ലാവരും. ഈ കുടുംബത്തിന് എത്ര കാലം കൊണ്ടത് റിക്കവറിയായി വരും, ഈ ദുഃഖത്തിൽ നിന്നൊരു മോചനമുണ്ടോ, ആർക്കും അറിയില്ല. ഏതായാലും ആ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ ഇവിടെ ഉള്ള ഒരു കുടുംബമാണ്. നേരത്തെ ഞങ്ങൾ പലവട്ടം സൂചിപ്പിച്ചതാണ്. 80കളിലൊക്കെ ഇവിടെ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലകളൊക്കെ വ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ദുബായിൽ ബിസിനസ് രംഗത്ത് വന്ന ഒരു വ്യക്തിയുടെ മകളാണ് ഈ റുക്സാന. ഇവിടെ ജനിച്ചു വളർന്നതാണ്. അവരിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, ആ കുടുംബം, അവർ ജോലി ചെയ്യുന്നുണ്ട്, ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല പരിചിതമായൊരു കുടുംബമാണ്. അങ്ങനെയുള്ള കുടുംബത്തിന് ഇത് പെട്ടെന്ന് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഇവർക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ജനുവരി 10 മുതൽ 22 വരെയുള്ള 13 ദിവസം ഒരുപക്ഷെ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും നല്ല തണുപ്പ്, ഒരു 5 ഡിഗ്രി സെൽഷ്യസൊക്കെ ആകാവുന്ന താപനില വരുന്ന സമയമാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ധരിക്കാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ ഒന്ന് കരുതി വയ്ക്കുന്നതിൽ തെറ്റില്ല. പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങുന്നവർ, കടപ്പുറത്ത് പോകുന്നവർ, പാർക്കിലൊക്കെ പോയിരിക്കുന്നവർ, വെറുതെ നടക്കാനെങ്കിലും പുറത്തിറങ്ങുന്നവരൊക്കെ
ഒരു ഇളം ശീതക്കാറ്റും നല്ല തണുപ്പും ഒന്നിച്ചു ചേരുന്ന അവസ്ഥ, അതുപോലെ രാവിലെകളിൽ നല്ല മഞ്ഞുണ്ടാവാനുള്ള സാഹചര്യം, ഇതൊക്കെ മനസ്സിൽ കാണണമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.